നമ്മളെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് ആണ് ഇത് ഓൾറെഡി നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഒരു മാസം കൊണ്ട് നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും. ഒരു മാസമാണെങ്കിൽ ഞാൻ ഓൾറെഡി സ്ക്രീൻഷോട്ട് അയക്കുന്നുണ്ട്. എൻ്റെ തന്നെ ഞാൻ ചാനൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. എൻ്റെ തന്നെ ചാനലാണ്. ഒരു മാസം കൊണ്ടാണ് മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തൊന്നുമില്ല, ചെയ്യാൻ പറ്റില്ല. നമ്മൾ കോൺഫിഡൻസോട് കൂടിയിട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ ഓൾറെഡി ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട് അനാവശ്യമായിട്ട് എന്തൊക്കെയോ മെസ്സേജ് അയച്ചിട്ട് എൻ്റെ തലവേദന ഉണ്ടാക്കരുതെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് സോൾവ് ആയിട്ട് പറയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തരുന്ന ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. തരുന്ന ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങളെ വീഡിയോസ് എങ്ങനെയാണോ അതിൽ പ്ലേ ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെയാണോ പ്ലേ ലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെയാണോ കാണുന്നുള്ളത്, അതേപോലെ നിങ്ങൾ അറ്റ് എ ടൈം നിങ്ങളെ വീഡിയോസ് 10, 30, 40 ആൾക്കാർ ഓട്ടോമാറ്റിക് അവിടെ വേറെ വീഡിയോസ് കാണുന്നുണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കാം. നിങ്ങൾക്ക് തരുന്ന പ്ലേ ലിസ്റ്റിൽ 1, 2 വീഡിയോസ് നിങ്ങൾ ഉണ്ടായാലും ആ വീഡിയോ കാണുക. ആ വീഡിയോ കണ്ടാൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് വ്യൂസ് കൂടുന്നില്ലേ, ചിലപ്പോൾ ആ വ്യൂസ് കൗണ്ട് ആവത്തില്ലായിരിക്കും, എന്നാലും കുഴപ്പമില്ല. അത് ആ പ്ലേ ലിസ്റ്റ് ഫുള്ള് തീരുന്നവരെ പ്ലേ ചെയ്യാം. ഓക്കെ, അത് മാത്രമേ പറയാനുള്ളൂ. അത് കൂടാതെ നിങ്ങൾക്ക് അറ്റ് എ ടൈം നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ എങ്ങനെയാണോ പ്ലേ ചെയ്യുന്നത് അതേ ടൈമിൽ നിങ്ങൾ 10, 30 ആൾക്കാർ വാച്ച് ചെയ്യാണ് നിങ്ങളെ വീഡിയോസ്. അപ്പോൾ കൂടുതൽ എൻഗേജ്മെൻറ്റിലേക്ക് പോകും. ഓക്കെ, യൂട്യൂബ് ഇപ്പോൾ നിങ്ങളെ സ്റ്റക്കായി കിടക്കുന്ന വീഡിയോസ് ആണെങ്കിൽ അത് കൂടുതൽ എൻഗേജ്മെൻറ്റിലേക്ക് പോകും. കാരണം അറ്റ് എ ടൈം കൂടുതൽ ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് ഡൗട്ടാണ്, ഒരേ ഇമെയിൽ ഐ ഡിയിൽ 2-3 പ്രാവശ്യം കണ്ടാൽ ഇത് കൗണ്ട് ആവുമോ അതില്ലേ. ഒരേ ഇമെയിൽ ഐ ഡിയിലല്ല കാണുന്നുള്ളത്, വേറെ ഇമെയിൽ ഐ ഡിയിലാണ് വേറെ ആൾക്കാരാണ് കാണുന്നുള്ളത്. അതല്ലാതെ നമ്മൾ തന്നെ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് നമ്മൾ തന്നെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ വാച്ചിങ് അവേഴ്സ് കൂടത്തില്ല. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കാം. പിന്നെ നിങ്ങൾക്ക് തന്നെ അവിടെ കാണാൻ പറ്റും, ഓൾറെഡി നിങ്ങൾക്ക് തന്നെ അവിടെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങളെ വീഡിയോസ് എത്ര എൻഗേജ്മെൻറ്റ് പോകുന്നുണ്ട്, എത്ര വ്യൂസ് വന്നിട്ടുണ്ട്, നിങ്ങൾ എത്ര. ഇപ്പോൾ നിങ്ങൾ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ ഓൾറെഡി എൻ്റെ പ്ലേ ലിസ്റ്റ് പ്ലേ ചെയ്ത് നിങ്ങൾ കണ്ടെന്ന് വിചാരിച്ചോ. കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അവിടെ ഇന്ന് വീഡിയോ നിങ്ങൾ പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങളെ വീഡിയോസ് തന്നെ നിങ്ങൾ അവിടെ ചെക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് എത്ര വ്യൂസ് വന്നിട്ടുണ്ട്, എത്ര വാച്ചിങ് അവേഴ്സ് വന്നിട്ടുണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. അതിനൊന്നും ആരും ടെൻഷൻ ആക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് തലവേദനയാക്കുന്നതിനാൾ നല്ലത് തരുന്ന ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നുള്ളത്. അതാണ് എനിക്ക് പറയാനുള്ളത്, സജസ്റ്റ് ചെയ്യാനുള്ളത്. പിന്നെ എന്താ വെച്ചാൽ ഗ്രൂപ്പിൽ ഒരു 40 ആൾക്കാരുണ്ടെങ്കിൽ 40 ആൾക്കാർക്ക് 40 സംശയങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് മറുപടി പറയാൻ കുറച്ച് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഒന്നാമത് ടൈമില്ലാത്തത് കൊണ്ടാണ് ഞാൻ കൂടുതൽ ആൾക്കാർക്കും മെസ്സേജ് റീപ്ലൈ തരാത്തത്. അപ്പോൾ ഞാൻ അത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഗ്രൂപ്പിലിടുന്നത്. ഓക്കെ, ഞാൻ ആ വോയിസ് ചിലപ്പോൾ നിങ്ങളെ കേട്ടിട്ടായിരിക്കും ഞാൻ ഗ്രൂപ്പിൽ അതിനുള്ള മറുപടി തരുന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ട് പിന്നെ രണ്ടാമത് വേറൊരു ആൾക്കാർക്ക് ചോദിക്കാനുള്ള ഇതില്ലല്ലോ. അപ്പോൾ ഗ്രൂപ്പിൽ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്താ വെച്ചാൽ അങ്ങനത്തെ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഗ്രൂപ്പിൽ ഉള്ള ആൾക്കാർക്ക് മനസ്സിലായവർ ആ ചോദിക്കുന്നവർക്ക് പുതിയ ആൾക്കാർ വന്നാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുക, ഇന്ന പോലെ സംഭവമാണ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പോൾ പുതിയ ആൾക്കാർക്ക് ചില ആൾക്കാർ വീഡിയോ കാണാതെ ഇങ്ങനെ വന്നിട്ട് കുറച്ച് വീഡിയോസ് എല്ലാം കാണുന്ന സമയത്താണ് വന്നിട്ട് ലിങ്ക് ഇടുന്നത്. ലിങ്ക് ഇട്ടതിന് ശേഷം പിന്നെ കുറേ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഒന്നാമത് സമയമില്ല. പിന്നെ അത് മാത്രമല്ല, ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ട് വിശദീകരിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് എത്രത്തോളം അവർക്ക് മനസ്സിലാവുമെന്നും എനിക്കറിയത്തില്ല. എനിക്കറിയുന്ന രൂപത്തിൽ ഞാൻ എങ്ങനെയാണോ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് ഇത് ഫുൾ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്തിട്ടും ചില ആൾക്ക് മനസ്സിലാവാത്തവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് തരുന്ന ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക, നിങ്ങളെ വീഡിയോസിൻ്റെ ലിങ്ക് അയക്കുക, അത്രേ ഉള്ളൂ. സ്ക്രീൻഷോട്ട് അയക്കേണ്ട അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് അയക്കുന്നത് കാണിച്ചു തരാം. ഡയറക്റ്റ് നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ലാസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കാം. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. സ്ക്രീൻ റെക്കോർഡൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സ്ക്രീൻ റെക്കോർഡ് ഇട്ടത് കൊണ്ട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, സ്ക്രീൻ റെക്കോർഡ് അയക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. സ്ക്രീൻ റെക്കോർഡ് ആവുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ സ്ക്രീൻഷോട്ട് മാത്രം അയച്ചാൽ മതി. ഓക്കെ, സ്ക്രീൻഷോട്ട് ലാസ്റ്റ് വീഡിയോ കണ്ടതിന് ശേഷം സ്ക്രീൻഷോട്ട് മാത്രം അയച്ചാൽ മതി. പിന്നെ കുറേ ആൾക്കാർക്ക് 3 പ്രാവശ്യം കാണണോ 4 പ്രാവശ്യം കാണണോ എന്നൊക്കെ ആയിരിക്കും സംശയം. അത് നിങ്ങൾ ആവശ്യമില്ല. നിങ്ങൾ ഒരു പ്രാവശ്യം കണ്ടാലും മതി. ഓക്കെ, നിങ്ങൾ ഒരു പ്രാവശ്യം കണ്ടാലും മതി. 3 പ്രാവശ്യം കാണുന്നത് നിങ്ങളെ കുറച്ചും കൂടി നിങ്ങൾക്ക് മറ്റുള്ളവരെ കുറച്ചും കൂടി ഹെൽപ്പാക്കാൻ പറ്റും. 3 പ്രാവശ്യം കണ്ടാൽ കുറച്ചും കൂടി നമുക്ക് ആൾക്കാരെ കുറച്ചും കൂടി പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല, നിങ്ങൾ 3 പ്രാവശ്യം കാണണമെന്നൊന്നും ഞാൻ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് 1 പ്രാവശ്യം വേണമെങ്കിൽ 1 പ്രാവശ്യം കാണാം, 2 പ്രാവശ്യം വേണമെങ്കിൽ 2 പ്രാവശ്യം കാണാം, 3 പ്രാവശ്യം വേണമെങ്കിൽ 3 പ്രാവശ്യം കാണാം. അപ്പം നെക്സ്റ്റ് വീക്ക് മുതൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, 3 പ്രാവശ്യം കാണണമെന്നുണ്ട്. ഒരേ പ്ലേ ലിസ്റ്റ് അല്ലാതെ
വേറെ പ്ലേ ലിസ്റ്റ് തരാം. ഓക്കെ, ആ പ്ലേ ലിസ്റ്റ് 2 പ്ലേ ലിസ്റ്റ് ആക്കിയിട്ട് തരാം. ആ സമയത്ത് നിങ്ങൾക്ക് 2 പ്ലേ ലിസ്റ്റ് ഓരോരോ പ്രാവശ്യം ചെയ്താലും മതി. ഓക്കെ, അത് ഞാൻ പ്ലാൻ ചെയ്തിട്ട് റെഡി ആക്കിയിട്ട് ഞാൻ തരാം. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ച് നിങ്ങൾ കുറേ ടെൻഷൻ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് ആകെ അത് പ്ലേ ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് ചിലപ്പോൾ 1 മണിക്കൂറിൻ്റെ ഉള്ളിലേ ഉണ്ടാവത്തുള്ളൂ. ഇപ്പോൾ 1 മിനിറ്റുള്ള വീഡിയോസ്, 2 മിനിറ്റുള്ള വീഡിയോസ്, 3 മിനിറ്റുള്ള വീഡിയോസ്, അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിലുള്ള വീഡിയോസ് ആയിരിക്കും കൂടുതലുണ്ടാവുക. പിന്നെ ചിലപ്പോൾ അരമണിക്കൂറുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ തന്നെ അവർ 1 വീഡിയോസേ കാണത്തുള്ളൂ. ഓക്കെ, വേറെ വീഡിയോസ് ഉണ്ടാവത്തില്ല. ചിലപ്പോൾ നിങ്ങളുടെ 1 മിനിറ്റുള്ള 2 മിനിറ്റുള്ള വീഡിയോസ് ചിലപ്പോൾ 2 or 3 വീഡിയോസ് ഉണ്ടാവും നിങ്ങളുടെ ചാനലിലെ വീഡിയോസ്. ഓക്കെ, അപ്പോൾ അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഞാനൊരു ചാനലിൻ്റെ ഇത്ര ലെങ്തിയുള്ള വീഡിയോസ് അതിനനുസരിച്ചായിരിക്കും വീഡിയോ ഇടുന്നത്. ഡൗട്ടുകളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതല്ലാന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കാം. പിന്നെ നിർബന്ധമായിട്ട് നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യുക. മാക്സിമം എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുക. നമ്മളെ ഗ്രൂപ്പിൽ കുറച്ചുകൂടി ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഹെൽപ്ഫുള്ളായിരിക്കും, നമുക്ക് തന്നെ കൂടുതൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്തു വെക്കുക. എൻ്റെ മാക്സിമം വീഡിയോ 90% ആൾക്കാരും കാണുന്നുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ്.